Hi, dear students. +1 zoology ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് 11ാമത്തെ ചാപ്റ്റർ, അതായത് ടെക്സ്റ്റ് ബുക്കിലെ 22ാമത്തെ ചാപ്റ്ററായ കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഇന്നത്തേത്. അപ്പോൾ കുട്ടികളൊക്കെ ഈ ചാപ്റ്റർ കൂടി ഒന്ന് വേഗം അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഇതുകൂടെ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ജൂലൈ മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ടീച്ചർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. അപ്പോൾ ജൂലൈയോട് കൂടിയിട്ട് നമ്മുടെ ഈ ക്ലാസ്സുകൾ കഴിയുകയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷനും അതുപോലെ തന്നെ ഇതിലെ ഫോക്കസ് ഏരിയയിലെ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, അതിന് തന്നെ കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കേണ്ട ഭാഗങ്ങൾ, ആ രീതിയിലുള്ളൊക്കെ ഒരു പഠനം കൂടിയാണ് ഇനി ആവശ്യം. അപ്പോൾ ടീച്ചർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ സുവോളജിക്ക് നമുക്ക് ആ ഒരു എക്സാമിൻ്റെ 1 മന്ത്, ഒരു ഓഗസ്റ്റ് മാസം നമുക്കൊരു ആ ഒരു മാസം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രാഷ് കോച്ചിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻറ്റൻസീവായിട്ടുള്ളൊരു നമുക്ക് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ +1 നിങ്ങളിപ്പോൾ സുവോളജിക്ക് പോയി കഴിഞ്ഞാൽ സുവോളജിയും ബോട്ടണി എഴുതണം. ബയോളജി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇമ്പ്രൂവ് അല്ല, അത് നെക്സ്റ്റ് ചാൻസ് എഴുതാൻ, ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് ചാൻസിൽ നിങ്ങൾ ബയോളജി എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജി മാക്സിമം മാർക്ക് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. ഈ 22 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ബയോളജി നിങ്ങൾ 10th പഠിച്ച പോലെയുള്ളൊരു കണ്ടീഷൻ അല്ല ഇപ്പം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 22 ചാപ്റ്റേഴ്സ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളും ഒക്കെ വീണ്ടും പഠിച്ചെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം തന്നെ ഈ ഒരു എക്സാമിൽ തന്നെ നമ്മൾ എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത് സ്കോർ ചെയ്ത് സേഫായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ അതിനാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ ഇതോട് കൂടിയിട്ട് ഫസ്റ്റ് ഫോക്കസ് ഏരിയയുടെ ക്ലാസ്സുകൾ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമായി, നിങ്ങൾക്കത് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. പിന്നെ നോട്ട്സ് ടീച്ചറോട് ആവശ്യപ്പെടുന്നവർക്കൊക്കെ സുവോളജിയുടെ നോട്ട്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. ഈ ക്ലാസ് കേട്ടിട്ട് സെയിം നോട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ രണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം വേണ്ട. അതുകൊണ്ട് സെയിം ഞാൻ ഈ പറയുന്ന ക്ലാസ്സിൻ്റെ തന്നെ നോട്ട്സാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ഫസ്റ്റിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ പറയുന്നത് ഹൈപ്പോതലാമസ്, അത് ഫങ്ഷൻ ഓഫ് GnRH ആൻഡ് സൊമാറ്റോസ്റ്റാറ്റിൻ. ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും അതിലെ കുറച്ച് ഹോർമോൺസ് ഇവിടെ പറയുന്നുണ്ട്. ഫങ്ഷൻസ് ഓഫ് GH, TCH, FSH, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. പിന്നെ ജൈജാൻറ്റിസം, മെക്രോമഗലി, ഡ്വാഫിസം, ഡയബറ്റിക് ഇൻസിപ്പിഡസ്. പിന്നെ പീനിയൽ ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഫങ്ഷൻസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ് മാത്രമാണ്. പിന്നെ പാരാതൈറോയ്ഡ്, പിന്നെ അഡ്രിനൽ ഗ്ലാൻഡിന് എമർജൻസി ഹോർമോൺസ് മാത്രം. പാങ്ക്രിയാസിലെ ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസും. ടെസ്റ്റിസിലെ ലേഡിക് സെൽസും ആൻഡ്രജനും. ഓവറിയിലെ കോർപ്പസ് ലൂട്ടിയം, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ. പിന്നെ ഹോർമോൺസ് ഓഫ് കിഡ്നി, ഹാർട്ട് ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട്. അതിൽ ANF-ഉം എറിത്രോപോയിറ്റിനും മാത്രമാണ് ആ ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഭാഗമാണിത്. കാരണം 3 കോളൊക്കെ മാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ 2 കോളൊക്കെ മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കുമ്പോൾ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് 3 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫോക്കസ് ഏരിയയിൽ പറയുന്നത് എന്താണ്? ഹൈപ്പോതലാമസും ഫങ്ഷൻസ് ഓഫ് GnRHഉം സൊമാറ്റോസ്റ്റാറ്റിനും. നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷനാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് ആദ്യം തന്നെ പറയുമ്പോൾ
കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ. ഹൈപ്പോതലാമസിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, ന്യൂറോ സെക്രീറ്ററി സെൽസ്. ആ സെൽസുകൾ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലേക്ക് ഓർക്കുക. അപ്പോൾ ഈ ഹൈപ്പോതലാമസിൻ്റെ ന്യൂറോ സെക്രീറ്ററി സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ദാറ്റ് ഈസ് റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും. റിലീസിങ് ഹോർമോൺസ് പറഞ്ഞാൽ അവർ പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ടു റിലീസ് ഇറ്റ്സ് ഹോർമോൺ. അതുകൊണ്ടാണ് ആ പേര് എന്ത് വന്നത്, റിലീസിങ് ഹോർമോൺ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ GnRH. ഫുൾ ഫോം എന്താണ്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. സോ റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ടു റിലീസ് ഇറ്റ്സ് ഹോർമോൺ. അതിന് എക്സാമ്പിളാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന പേരുള്ള ചുരുക്കപ്പേരെന്താണ്? GnRH. ഓക്കെ, അപ്പോൾ ഇത് പിറ്റ്യൂട്ടറി സിന്തസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ റിലീസ് ഓഫ് ഗൊണാഡോട്രോപ്പിൻ, പിറ്റ്യൂട്ടറിയുടെ ഏതിൻ്റെ സിന്തസിസിനെ? ഗൊണാഡോട്രോപ്പിൻസിൻ്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ അല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു പേര് അതിന് വരാനുള്ള കാരണം. ഗൊണാഡോട്രോപ്പിൻസിൻ്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ്. ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഫങ്ഷൻ. ഇറ്റ് ഇൻഹിബിറ്റ് പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുക, തടയുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? ഇൻഹിബിറ്റിംഗ് ഹോർമോണിൻ്റെ ഫങ്ഷൻ. എക്സാമ്പിളാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോസ്റ്റാറ്റിൻ ഈസ് ആൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ വിച്ച് ഇൻഹിബിറ്റ് ദ സെക്രീഷൻസ് ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. സോ ഇത് ഹൈപ്പോതലാമിക് ഹോർമോണാണ്. അത് റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോൺ സെക്രീഷനെ തടയുന്നു. സൊമാറ്റോസ്റ്റാറ്റിനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ഗ്രോത്ത് ഹോർമോണിനെയാണ് അവിടെ തടയുന്നത്. So, from the hypothalamus, it inhibits the release of growth hormone from the pituitary. Pituitary glandil നിന്നുള്ള growth ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നതിനെ തടയുന്ന ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. നെയിം ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ സെക്രീറ്റഡ് ബൈ ഹൈപ്പോതലാമസ്. ഏതാണ് ഉത്തരം? സൊമാറ്റോസ്റ്റാറ്റിൻ. നെയിം എ റിലീസിംഗ് ഹോർമോൺ സെക്രീറ്റഡ് ബൈ ഹൈപ്പോതലാമസ്. ഏതാണ്? യെസ്, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ? എന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് ഗൊണാഡോട്രോപ്പിൻസ് ഫ്രം ദ പിറ്റ്യൂട്ടറി. What is the function of somatostatin? It inhibit the release of growth hormone from the pituitary. അപ്പോൾ നിങ്ങൾ ഇതൊരു സ്റ്റഡി ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളൊരു ചെറിയ ഏരിയ പഠിക്കുകയാണെങ്കിൽ പോലും ആ ഏരിയയിലത്തെ കണ്ടൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് സ്വയം ഫ്രെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ചെയ്യാം. ആ രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സായിട്ട് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അതെ, സെക്കൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. PIT പോയിട്ടുണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, അതിൽ നമുക്ക് ഗ്രോത്ത് ഹോർമോണിനെ കുറിച്ച് പറയാനുണ്ട്. ദെൻ നമുക്ക് TCH, FSH അങ്ങനത്തെ കുറച്ച് ഹോർമോൺസിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആദ്യം ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിൽ നമ്മളവിടെ മെൻഷൻ ചെയ്യാനുള്ളത് ഗ്രോത്ത് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ അതായത് പിറ്റ്യൂട്ടറി ഹോർമോണാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് ജൈജാൻറ്റിസം, ഡ്വാർഫിസം, അക്രോമെഗലി, ഈ 3 പേരുകൾ. ഇതും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്താണ് ചെറിയ ക്ലാസ്സിൽ വാമനത്വം, ഭീമാകാരത്വം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ് ഈ ജൈജാൻറ്റിസം, ഡ്വാർഫിസം ഒക്കെ കേട്ടോ. അപ്പോൾ ജൈജാൻറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ദി ബോഡി ലീഡിങ് ടു ജൈജാൻറ്റിസം. ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു ഹോർമോണാണല്ലോ. അപ്പോൾ അതിൻ്റെ സെക്രീഷൻ ഓവർ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ബോഡി അബ്നോർമലായിട്ട് വളരാൻ തുടങ്ങുന്നു. ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ജൈജാൻറ്റിസം, ഭീമാകാരത്വം എന്ന് നിങ്ങൾ മലയാളത്തിൽ മുൻപ് പഠിച്ചിട്ടുണ്ടാവും.
ഡ്വാർഫിസം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന വളർച്ച മുരടിക്കുക, ദാറ്റ് ഈസ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. അതാണ് വളർച്ച മുരടിക്കുക എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഡ്വാർഫിസം. ഓവർ സെക്രീഷൻ ജൈജാൻറ്റിസം, അണ്ടർ സെക്രീഷൻ ദാറ്റ് ഈസ് ഡ്വാർഫിസം, വാമനത്വം എന്ന് പറയുന്നത്. അപ്പം ഇതും ചോദിക്കാം കേട്ടോ. ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ഹൈപ്പർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ സെക്രീഷൻ കൂടുക. അപ്പോൾ എന്താണ്? ജൈജാൻറ്റിസം. അണ്ടർ സെക്രീഷൻ അല്ലെങ്കിൽ ഹൈപ്പോ സെക്രീഷൻ കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഡ്വാർഫിസം. ഓക്കെ. ഇനി അക്രോമെഗലി എന്താണ്? അപ്പോൾ എക്സസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൾട്ട്. മുതിർന്നതിന് ശേഷം എന്ത് ചെയ്യാണ്? പ്രത്യേകിച്ചും മിഡിൽ ഏജിലൊക്കെ ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ കൂടുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബോഡിയുടെ മൊത്തം ഗ്രോത്ത് അല്ല അവിടെ സംഭവിക്കുക. നമുക്ക് ചില ഭാഗങ്ങൾ, ഫേസ്, അതുപോലെ ഫിംഗർ ടിപ്സ്, അങ്ങനെയുള്ള ചില ബോൺസൊക്കെ എൻലാർജ് ചെയ്യുക, ഇലോങ്ങേറ്റ് ചെയ്യുക. അങ്ങനെ പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഡിസ്ഫിഗർമെൻറ്റ് അല്ലേ, നമ്മുടെ ആ ഒരു എന്താ പറയുക ഷേപ്പൊക്കെ പോകുന്ന രീതിയിലുള്ളൊരു ഗ്രോത്ത്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്രോമെഗലി. സോ അക്രോമെഗലി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഓവർ സെക്രീഷനാണ്, അതുകൊണ്ട് സംഭവിക്കുന്നതാണ് അഡൽട്ടിൽ. ദാറ്റ് ഈസ് അക്രോമെഗലി. ഓക്കെ. അപ്പോൾ ഈ 3 എണ്ണം നന്നായിട്ട് പഠിക്കണം, ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ആൻഡ് ദെൻ നെക്സ്റ്റ് ഹോർമോണായിട്ട് പറയുന്നത് TSH ആണ്. ഫുൾ ഫോം എന്താണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതെന്ത് ചെയ്യുന്നു? ഇറ്റ് സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺ ഫ്രം ദി തൈറോയിഡ് ഗ്ലാൻഡ്. ഈ തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് TSHൻ്റെ ഫങ്ഷൻ. അങ്ങനെ തൈറോയിഡ് ഗ്ലാൻഡ് അതിൻ്റെ ഹോർമോൺസ്, ദാറ്റ് ഈസ് തൈറോയിഡ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് TSHൻ്റെ ഫങ്ഷൻ. ഇനി മറ്റൊന്ന് ഏതാണ്? FSH ആണ്. ഈ ടേംസൊക്കെ നിങ്ങൾ ഹോർമോണിൻ്റെ ഷോർട്ട് ഫോം ഒക്കെ അത് ഫുള്ളായിട്ട് പറയാൻ പഠിക്കണം കേട്ടോ. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. SH എന്താണ് അവിടെ? സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് TSH. ഓക്കെ. അപ്പോൾ T മാത്രം അവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെയോ F മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് മെയിലും ഫീമെയിലും ഉണ്ട്, പക്ഷെ അത് 2 കൂട്ടരിലും ഇതിൻ്റെ ഫങ്ഷൻ 2 രീതിയിലായിരിക്കും. ഓക്കെ. അപ്പോൾ മെയിലാകുമ്പോൾ ഇറ്റ് സ്റ്റിമുലേറ്റ് സ്പെർമറ്റോജെനിസിസ്, ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് സ്പെർം. പുരുഷന്മാരിൽ ബീജങ്ങളുടെ ഫോർമേഷൻ, ദാറ്റ് ഈസ് സ്പെർമറ്റോജെനിസിസ്. ദെൻ ഫീമെയിൽസിലാണെങ്കിലോ, സ്ത്രീകളിലാണെങ്കിലോ, ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓവറിയൻ ഫോളിക്കിൾ. അതായത് സ്ത്രീകളുടെ ആവുമ്പോൾ ഓവറി എന്ന് പറഞ്ഞാൽ അണ്ടാശയം, അണ്ടാശയത്തിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഓവേറിയൻ ഫോളിക്കിൾസ്. ആ ഫോളിക്കിൾസിൻ്റെ വളർച്ചയെയും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫിമെയിൽസിൽ ഇതിൻ്റെ പണി. ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ടേം മനസ്സിലാക്കുക. അണ്ടാശയത്തിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഓവേറിയൻ ഫോളിക്കിൾസ്. അതിനകത്താണ് അണ്ഡങ്ങൾ, ദാറ്റ് ഈസ് ഓവം ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ എഗ്ഗ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ആ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ആണ് ഫീമെയിൽസിൽ ഇതിൻ്റെ ഫങ്ഷൻ. മെയിൽസിലാണെങ്കിലോ സ്പേമുകളുടെ ഫോർമേഷൻ. ഇനി അടുത്തത് ഓക്സിറ്റോസിന്. അപ്പോൾ ഈ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഈ 2 ആളുകൾ നമ്മൾ ശരിക്കും ഒരുമിച്ച് പറയുന്ന ആൾക്കാരാണ് അല്ലേ. ഇവരെ 2 ആളും ശരിക്കും സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. പക്ഷേ ഇതിനെ 2നെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. അവിടെ നിന്ന് ഇത് ബ്ലഡിലേക്ക് റിലീസ് ആവുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഓക്സിറ്റോസിൻ്റെ ഫങ്ഷൻ, ഓക്സിറ്റോസിൻ സ്റ്റിമുലേറ്റ് കൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ മസിൽസ് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് ആൻഡ് ഇനീഷ്യേറ്റ്സ് ഇജക്ഷൻ ഓഫ് മിൽക്ക് ഫ്രം മമ്മറി ഗ്ലാൻഡ്. ഓക്കെ. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഡെലിവറിയുടെ സമയത്ത്, അതായത് ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് നമ്മുടെ ഗർഭാശയത്തിൻ്റെ മസിലുകളുടെ കൺട്രാക്ഷൻ, ആ മസിലുകളുടെ നമ്മുടെ ഗർഭാശയത്തിൻ്റെ, അതായത് യൂട്രസ്, അതും നെക്സ്റ്റ് ഇയറാണ് നിങ്ങൾ പഠിക്കുന്ന ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ യൂട്രസിൽ മസിൽസ് കൊണ്ടുള്ള ഒരു ലെയർ ഉണ്ട്. അപ്പോൾ ആ മസിലുകളുടെ ശക്തമായ സങ്കോച വികാസം കൊണ്ടാണ് ഡെലിവറി അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതിന് ആ മസിലുകളുടെ കൺട്രാക്ഷനെ സഹായിക്കുക. അതേപോലെ തന്നെ ഈ ഡെലിവറിക്ക് ശേഷം മാമറി ഗ്ലാൻഡിൽ നിന്നും മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക.
ആ ഫങ്ഷനാണ് ആര് ചെയ്യുന്നത്? ഓക്സിറ്റോസിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെലിവറിയുടെ സമയത്തൊക്കെ ഈ ഓക്സിറ്റോസിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് ആ ഒരു പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഓക്സിറ്റോസിൻ്റെ ഫങ്ഷൻ. ഇവിടെ എസ് അല്ല കേട്ടോ, സി ആണ്. ദെൻ അടുത്തത് ഫങ്ഷൻ ഓഫ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഇത് നമ്മൾ എക്സ്ക്രീഷൻ എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ചെയ്യുന്ന ഫങ്ഷൻ എന്താണ്? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഫ്രം ദ കിഡ്നി ആൻഡ് ദെയർ ബൈ റെഡ്യൂസസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. അതായത് കിഡ്നിയുടെ റീനൽ ട്യൂബ്യൂൾസ് നമ്മൾ പഠിച്ചു. ആ റീനൽ ട്യൂബ്യൂളിൽ നിന്നും വാട്ടറിൻ്റെയും ഇലക്ട്രോലൈറ്റ്സുകളുടെയും റീഅബ്സോർപ്ഷൻ പുനരാഗിരണം ചെയ്യുക എന്നുള്ളതാണ് ഫങ്ഷൻ. അതുവഴി എന്ത് ചെയ്യുന്നു? യൂറിനിലൂടെയുള്ള വാട്ടർ ലോസിനെ തടയുന്നു. ഓക്കെ, അതാണ് ആരുടെ ഫങ്ഷൻ? ADHൻ്റെ ഫങ്ഷൻ. ഇനി ADHൻ്റെ സിന്തസിസിന് അല്ലെങ്കിൽ റിലീസിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ കിഡ്നി ട്യൂബ്യൂൾസിൽ നിന്നുള്ള വാട്ടർ റീഅബ്സോർപ്ഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? വിച്ച് ലീഡ്സ് ടു വാട്ടർ ലോസ് ആൻഡ് ഡിഹൈഡ്രേഷൻ. അപ്പോൾ ആ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ നടന്നില്ലെങ്കിൽ യൂറിനിലൂടെ ഒരുപാട് ജലം നഷ്ടപ്പെടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിക്ക് നിർജ്ജലീകരണം, ദാറ്റ് ഈസ് ഡിഹൈഡ്രേഷൻ സംഭവിക്കുന്നു. ആ കണ്ടീഷനെ പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ശ്രദ്ധിക്കുക, ഒരു 1 മാർക്ക് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ ADHൻ്റെ സെക്രീഷൻ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ്. യൂറിനിലൂടെ ഒരുപാട് ജലം നഷ്ടപ്പെടുന്നു. സോ ബോഡിക്ക് ഡിഹൈഡ്രേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. ദാറ്റ് ഈസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇനി അടുത്തതാണ് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡും പരിചയം ഉണ്ടായിരിക്കും. ഇത് മെലാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെലാട്ടോണിൻ്റെ റോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ബോഡിയുടെ 24 hour റിതം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡിക്ക് ഒരു താളം ഉണ്ടല്ലോ, ഒരു റിതം ഉണ്ട്, 24 മണിക്കൂർ ഡയേണൽ റിതം എന്ന് പറയും. ആ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മൾ രാവിലെ 6 മണിക്കോ 5 മണിക്കോ ഒക്കെ നമ്മൾ എണീക്കുന്നുണ്ട്, രാത്രി 10 മണി 9 മണി ആകുമ്പോൾ നമ്മൾ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു വെയ്ക്ക് ആൻഡ് സ്ലീപ്പ് സൈക്കിൾ കണ്ടോ. ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ നോർമൽ റിതം ഓഫ് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ. ഉറങ്ങുക, ഉണരുക അല്ലേ. അതുപോലെ ബോഡി ടെമ്പറേച്ചർ, സിമിലർലി മെറ്റബോളിസം, പിഗ്മെൻറ്റേഷൻ, നമ്മുടെ ബോഡിയിലുള്ള പിഗ്മെൻറ്റേഷൻ, അതിനെ അതുപോലെ മെൻസ്ട്രൽ സൈക്കിളിനെ, നമ്മുടെ ഡിഫെൻസിനെ, പ്രതിരോധത്തിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ഇതിലും ഒരു കൺട്രോൾ ഉണ്ട് ആർക്ക്? ഈ പറയുന്ന മെലാട്ടോണിൻ. അപ്പോൾ മെയിൻ ഫങ്ഷനായിട്ട് 24 hour റിതം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പിഗ്മെൻറ്റേഷനെയും മെൻസ്ട്രൽ സൈക്കിളിനെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിൽ നമുക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ ഫങ്ഷൻ മാത്രമാണ് വേണ്ടതുള്ളൂ. സോ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ BMRനെ റെഗുലേറ്റ് ചെയ്യുന്നു. BMR എന്ന് പറഞ്ഞാൽ ബേസൽ മെറ്റബോളിക് റേറ്റ്, അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഫോർമേഷൻ, അതുപോലെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ഇവയുടെ മെറ്റബോളിസം, അതുപോലെ കൺട്രോൾ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്, നമ്മുടെ ബോഡിയിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും ഒക്കെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇവയുടെ മെറ്റബോളിസം, ബോഡിയിലെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഫോർമേഷൻ, ദെൻ BMRനെ റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ തൈറോയിഡിൻ്റെ ഫങ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രത്യേകിച്ച് ഫങ്ഷൻ മാത്രം പറഞ്ഞതുകൊണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. അടുത്തതാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന 4 ചെറിയ ഗ്ലാൻഡുകളാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഹോർമോണിൻ്റെ പേര് ശ്രദ്ധിക്കുക. പാരാതൈറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാതോർമോൺ എന്നൊക്കെ പറയാറുണ്ട്. PTH എന്നുള്ളതാണ് ഷോർട്ട് ഫോം. പാരാതൈറോയിഡ് ഗ്ലാൻഡ് അതിൻ്റെ ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ, PTH അല്ലെങ്കിൽ പാരാതോർമോൺ എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ ലെവലിനെ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഫങ്ഷൻ. ഇറ്റ് ഇൻക്രീസസ് ദ കാൽസ്യം ലെവൽ ഇൻ ദ ബ്ലഡ്, ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് ഹൈപ്പർ കാൽസീമിക് ഹോർമോൺ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂട്ടുക, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. അപ്പോൾ ഹൈപ്പർ കാൽസീമിക്,
കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു. എവിടെ? രക്തത്തിൽ, ബ്ലഡിൽ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ. ഇനി എങ്ങനെയാണ് PTH ബ്ലഡിലെ കാൽസ്യം ലെവലിനെ കൂട്ടുന്നത്? ആ കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കുക. ബോണിൽ നിന്നുള്ള റിസോപ്ഷൻ വഴി, അതുപോലെ കിഡ്നി റീനൽ ട്യൂബ്യൂൾസിൽ നിന്ന് കാൽസ്യത്തിനെ പുനരാഗീകരണം ചെയ്യുന്നു. അതുപോലെ ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നുള്ള കാൽസ്യത്തിൻ്റെ റീഅബ്സോർപ്ഷനെ കൂട്ടുന്നു. അപ്പോൾ 3 രീതിയിലാണ് ഇത് ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടുന്നത്. ഒന്ന് ബോൺസിൽ നിന്നുള്ള റിസോപ്ഷൻ, 2 റീനൽ ട്യൂബ്യൂൾസിൽ നിന്നുള്ള റീഅബ്സോർപ്ഷൻ, 3 ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നുള്ള റീഅബ്സോർപ്ഷൻ. ഈ 3 രീതിയിലാണ് കാൽസ്യം ലെവൽ കൂട്ടുന്നത്. ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈസ് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. അഡ്രിനൽ ഗ്ലാൻഡിൽ നമുക്ക് ആകെ പറയാനുള്ളൊരു കാര്യം എമർജൻസി ഹോർമോൺസ് മാത്രമാണ്. ശരിക്കും അഡ്രിനൽ ഗ്ലാൻഡ്, അഡ്രിനൽ കോർട്ടെക്സ്, അഡ്രിനൽ മെഡുല്ല രണ്ടിൻ്റെ സെപ്പറേറ്റ് ഹോർമോൺസ്, അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഫോക്കസ് ഏരിയയിൽ എമർജൻസി ഹോർമോൺസ് എന്നുള്ളൊരു ഇത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ പറയുന്നത് അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ 2 ഹോർമോണാണ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, അല്ലെങ്കിൽ നമ്മൾ എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ, ഈ 2 പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ എപ്പോഴാണ് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക? ദേ ആർ സെക്രീറ്റഡ് ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ് ഓഫ് എനി കൈൻഡ് ആൻഡ് ഡ്യൂറിങ് എമർജൻസി സിറ്റുവേഷൻ. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോൾ, അല്ലേ, ഇപ്പോൾ ഉദാഹരണം നമ്മളെപ്പോഴും പറയുന്നത് എന്താ, നമ്മളൊരു പട്ടി ഓടിച്ച് കടിക്കാൻ വരികയാണ്, അല്ലേ, അപ്പോൾ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരാൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു വേറെ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മുടെ ബോഡിയിൽ ആണ് ഇവരുടെ റാപ്പിഡായിട്ടുള്ള സെക്രീഷൻ സംഭവിക്കുക. അപ്പോൾ ആ എമർജൻസി സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആയതുകൊണ്ടാണ് ഇവരെ എമർജൻസി ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒന്നുകിൽ അവിടെ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പൊരുതുക. ഇത് രണ്ടിനെയും വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയെ റെഡിയാക്കുന്നവർ. ഓക്കെ, ഇവരെങ്ങനെ ഫങ്ഷൻ ചെയ്യുക? ദീസ് ഹോർമോൺസ് ഇൻക്രീസസ് അലേർട്ട്നെസ്, നമ്മൾ കൂടുതൽ അലേർട്ടാവുന്നു. പിന്നെ നമ്മുടെ കൃഷ്ണമണിയൊക്കെ ഡയലൈറ്റ് ചെയ്യുന്നു. പിന്നെ രോമങ്ങളൊക്കെ എണീറ്റിക്കുക, ദാറ്റ് ഈസ് പൈലോ ഇറക്ഷൻ. സ്വെറ്റിങ്, വിയർപ്പ് കൂടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, ഇതെല്ലാം കൂടുകയാണ്, അല്ലേ. അപ്പോൾ ആ ബോഡിക്ക് കൂടുതലായിട്ട് വരുന്ന ആ ഒരു എന്തൊക്കെ നമുക്ക് ബോഡിക്ക് ആവശ്യം വരുന്നു, ആ ഒരു എമർജൻസി സിറ്റുവേഷന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുക. അപ്പോൾ ഈ അലേർട്ട്നെസ് കൂടി, പിപ്പിലറി ഡയലേഷൻ, ഹാർട്ട് ബീറ്റ് കൂടി, ബ്രീത്തിങ് റേറ്റ് കൂടുന്നു, ഹോർമോൺ സെക്രീഷൻസ് കൂടുന്നു, സെറ്റിംഗ് ഉണ്ടാകുന്നു, ഹെയർസ് ഇറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അവരുടെ വർക്കിങ്ങിൽ വരുന്നത്. It also stimulates the breakdown of glycogen, resulting in an increased concentration of glucose in blood. അതായത് നമ്മൾ ഈ ഓവറായിട്ടുള്ള ടെൻഷൻ, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറയില്ലേ, അത് ഷുഗർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതായത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ രണ്ടാളെയും കൂടെ പറയുന്ന മറ്റൊരു പേരാട്ടോ കാറ്റക്കോളമിൻസ്. അപ്പോൾ ഈ കാറ്റക്കോളമിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ ഗ്ലൂക്കോസിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവല് കൂടുന്നു. ആ ഒരു കാര്യം കൂടെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എന്താണ് എമർജൻസി ഹോർമോൺ എന്നുള്ളത്. അവരുടെ രണ്ടാളുടെ പേര് പഠിക്കുക, അതിനെ ആര് സെക്രീറ്റ് ചെയ്യുന്നു, അവരെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കാം. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ, അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, അല്ലെങ്കിൽ ഒരുമിച്ച് കാറ്റക്കോളമിൻസ്. ഈ പേരൊക്കെ ഇതിനെ തന്നെ പറയുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ പാങ്ക്രിയാസ് ആണ്. പാങ്ക്രിയാസിൽ നമുക്ക് പാങ്ക്രിയാസിൻ്റെ ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പാങ്ക്രിയാസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു മിക്സഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഹെട്രോക്രൈൻ ഗ്ലാൻഡ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. കാരണം പാങ്ക്രിയാസിന് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഫങ്ഷൻ ഉണ്ട്. പേര് കേട്ട് പേടിക്കേണ്ട. എക്സോക്രൈൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് ജ്യൂസ് പോലുള്ള സെക്രീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാങ്ക്രിയാറ്റിക് ജ്യൂസിനെ കുറിച്ചിട്ടൊക്കെ ഡൈജഷനിൽ വരുന്നത്, അതിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഫങ്ഷന് പെർഫോം ചെയ്യുന്ന ഒരു കോമ്പോസിറ്റ് ഗ്ലാൻഡ് ആണ് എന്ത്? പാങ്ക്രിയാസ്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ വേണ്ടത് എൻഡോക്രൈൻ ഫങ്ഷനാണ്. അതായത് ഹോർമോൺസും അതിൻ്റെ ഫങ്ഷനുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പാങ്ക്രിയാസിൻ്റെ എൻഡോക്രൈൻ പാർട്ട് അല്ലെങ്കിൽ എൻഡോക്രൈൻ പാങ്ക്രിയാസിൽ വരുന്നത് എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസുകളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരം സെൽസ് ഉണ്ട്, ആൽഫ സെല്ലുകളും ബീറ്റ സെല്ലുകളും.
Alpha cell secrete a hormone called glucagon while the beta cell secrete insulin. Very important ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് കേട്ടോ. ആൽഫ സെല്ലുകൾ ആദ്യം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ പേര് ശ്രദ്ധിക്കണം. ആൽഫ സെല്ല്, ബീറ്റ സെല്ല്. ആൽഫ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെ, ബീറ്റ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എന്താണ് ഇൻസുലിൻ്റെ റോള്, അതുപോലെ എന്താണ് ഗ്ലൂക്കഗോണിൻ്റെ റോള്, ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പോൾ ഇൻസുലിൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് നമ്മൾ ഡയബറ്റിക് അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ പേഷ്യൻസിന് ഇൻസുലിൻ തെറാപ്പിയാണ് കൊടുക്കുക അല്ലെ. ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുക ഒക്കെ ചെയ്യാറുണ്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ ഗുളികകൾ ടാബ്ലറ്റ്സുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുകയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ആ ഇൻസുലിൻ എന്താ ചെയ്യുന്നത് നമുക്ക് അപ്പം തന്നെ അറിയാലോ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ, ഇൻസുലിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ഇൻസുലിൻ ഡിക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ by various method. Hence it is known as hypoglycemic hormone. Very important. Hypo means concentration കുറയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഗ്ലൈസീമിക് മീൻസ് ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണ്, ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നു. ഹെൻസ് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. ഇനി എങ്ങനെയാണ് ഇത് കുറയ്ക്കുക എന്നുള്ളത് കൂടെ നമ്മൾ നോക്കാം. It stimulates the conversion of glucose to glycogen. അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് ഗ്ലൈക്കോജെനിസിസ്. ജെനിസിസ് മീൻസ് ഫോർമേഷൻ ആണ്. ഗ്ലൈക്കോജൻ്റെ ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. ഈ ഗ്ലൈക്കോജനെ മസിൽസിലും ലിവർ സെൽസിലും ഒക്കെ ആയിട്ടാണ് ഇതിനെ സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്, സെല്ലുകൾ കൂടുതൽ ഗ്ലൂക്കോസിനെ എടുക്കാൻ തുടങ്ങുക, അതുവഴിയും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നു. ഓക്കെ, ദെൻ ആസ് എ റിസൾട്ട് ദർ ഇസ് എ റാപ്പിഡ് മൂവ്മെൻറ്റ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം ബ്ലഡ് ടു ഹെപ്പാറ്റോസൈറ്റ്സ് മീൻസ് ലിവർ സെൽസ് ആൻഡ് അഡിപ്പോസൈറ്റ്സ് മീൻസ് അഡിപ്പോസ് ടിഷ്യൂ പഠിച്ചതല്ല, അതിൻ്റെ സെല്ലിന് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ കാണുന്ന ഫാറ്റ് സ്റ്റോറിങ് സെല്ലുകളാണ്. അപ്പോൾ അവിടേക്കൊക്കെ എക്സസ് ഗ്ലൂക്കോസിനെ എടുക്കുന്നു, അതുവഴി എന്ത് ചെയ്യുന്നു, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നു. അതാണ് ഹൈപ്പോഗ്ലൈസീമിയ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുന്നത്. അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. ആ പ്രോസസ്സാണ് ഗ്ലൈക്കോജെനിസിസ്. ദെൻ എക്സസ് ഗ്ലൂക്കോസിൻ്റെ ലിവർ സെൽസിലും അഡിപ്പോസ് ടിഷ്യൂസിലൊക്കെ അപ്ടേക്ക് ചെയ്യുന്നു. അതുപോലെ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസിനെ എൻഹാൻസ് ചെയ്യുന്നു. ഈ രീതിയിലൊക്കെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുന്നത്. ഇനി ഡയബറ്റിക് മെലിറ്റസ് എന്താണ്? പ്രലോങ്ഡ് ഹൈപ്പർ ഗ്ലൈസീമിയ. കുറേ നാൾ നമ്മളെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടി നിൽക്കുക. അങ്ങനെയാകുമ്പോൾ അതൊരു ഡിസോർഡർ ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് ഡയബറ്റിസ് മെലിറ്റസ്. ഇതെന്താണ്? ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ഹാംഫുൾ കോമ്പൗണ്ട്സ് നോൺ ആസ് കീറ്റോൺ ബോഡീസ്. യൂറിനിലൂടെയൊക്കെ ഗ്ലൂക്കോസ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, അതുപോലെ തന്നെ ഹാംഫുൾ കോമ്പൗണ്ടായ കീറ്റോൺ ബോഡീസിൻ്റെ ഫോർമേഷൻ. അങ്ങനെയുള്ള ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഒരുപാട് അതൊരു കോംപ്ലക്സ് ഡിസോർഡറാണ് അല്ലേ. ഇത് കിഡ്നിയെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ അതർ ഇൻറ്റേർണൽ ഓർഗൻസിനെ, അതിൻ്റെ ഫങ്ഷൻസിനെയും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലക്സ് ഡിസോർഡറാണ്. അപ്പോൾ ഒരുപാട് നാൾ രക്തത്തിലെ ഗ്ലൂക്കോസ് ഉയർന്നു നിൽക്കുക. അപ്പോൾ നേരത്തെ ഒരു ഡയബറ്റിക് ഇൻസിപ്പിഡസ് നമ്മൾ പഠിച്ചു. അതെന്തായിരുന്നു? ADHൻ്റെ കുറവ് കൊണ്ട് എക്സസ് വാട്ടർ യൂറിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ്. അപ്പോൾ അവിടെ കാരണം ആരാണ്? ADHൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഡയബറ്റിക് മെലിറ്റസ് ആണ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. നമ്മൾ ഷുഗർ, പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ. അതെന്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്? ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളൊരു കാര്യമാണ്. ദെൻ അടുത്തത് ഗ്ലൂക്കഗോൺ. നേരെ റിവേഴ്സ് ചെയ്യുന്ന ആളാണ് ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ എന്താണ് ചെയ്തത്? അതിൻ്റെ നേരെ റിവേഴ്സ്. അപ്പോൾ എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ്? ഇതൊരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ദാറ്റ് ഈസ് പ്രോട്ടീൻ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഫങ്ഷൻ എന്താ? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്യുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്ന ആളാണ്.
ഇറ്റ് ഇൻക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇൻസുലിൻ കുറയ്ക്കല്ലേ, അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, കൂട്ടണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്, ഗ്ലൂക്കഗോൺ ആക്ട് മെയിൻലി ഓൺ ലിവർ സെൽസ് ആൻഡ് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനോളിസിസ്. ദാറ്റ് ഈസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവിടെ ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കൂട്ടുന്ന ആളാണ് ആര്, ഗ്ലൂക്കഗോൺ. ഹെൻസ് ഗ്ലൂക്കഗോൺ ഈസ് നോൺ ആസ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. ഇൻസുലിൻ ആരായിരുന്നു, ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ആളായിരുന്നു, ഇയാൾ കൂട്ടുകയാണ്. സെൻസ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, എന്താണ്, ഈ ഇൻസുലിനും ഗ്ലൂക്കഗോണും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലിനെ നോർമലാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ടേമുകൾ രണ്ടും പഠിക്കണം. ഇത് ഹൈപ്പറും മറ്റേത് ഹൈപ്പോയും. ക്ലിയർ ആണല്ലോ. അടുത്ത് നമുക്ക് പറയാനുള്ളത് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൽ സെക്സ് ഓർഗൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് വൃഷണങ്ങൾ എന്ന് പറയുന്നു ടെസ്റ്റിസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ കാണുന്ന സെൽസാണ് ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ്. ഇവർ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺസിനെ പറയുന്ന പേരാണ് ആൻഡ്രോജൻസ്. ശരിക്കും പറഞ്ഞാൽ മെയിൽ സെക്സ് ഹോർമോൺ. പുരുഷന്, ഒരു ആൺകുട്ടിക്ക് അത് വളർന്നു വരുമ്പോൾ ആ ഒരു പുരുഷൻ്റേതായ ക്യാരക്ടേഴ്സ് അല്ലേ, താടിയോ മീശയോ മസിലോ ആ ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങളോ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ കൊടുക്കുന്നത് ആരാണ്, ഈ മെയിൽ സെക്സ് ഹോർമോൺസ് ആണ്. ദാറ്റ് ഈസ് ആൻഡ്രോജൻസ്. അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഈ ലേഡിക് സെൽസ് എന്നുള്ള ടേം, ആൻഡ്രോജൻസ് എന്നുള്ള ടേം, അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ, ഈ ടേംസുകൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ആൻഡ്രോജൻ്റെ ഫങ്ഷനാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. മെച്ചുറേഷൻ, ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മെയിൽ അക്സസറി സെക്സ് ഓർഗൻ. ഇതൊക്കെ ഈ മെയിൽ സെക്സ് ഓർഗനിൽ കാണുന്ന കുറച്ച് ട്യൂബ്സും അങ്ങനത്തെ സ്ട്രക്ചേഴ്സൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മെയിൽ സെക്സ് ഓർഗൻസിൻ്റെ അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗൻസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റും മെച്ചുറേഷനും ഒക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻ. അത് മസിൽ ഗ്രോത്ത്, ആണുങ്ങൾക്ക് നല്ല മസ്കുലേച്ചർ വരില്ല മസിൽസൊക്കെ. അപ്പോൾ ആ മസിലുകൾ, മുഖത്തൊക്കെ ഹെയറുകൾ ഉണ്ടാവുക, താടി മീശ എന്നൊക്കെ പറഞ്ഞില്ലേ, പിന്നെ ആ ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം, ഇതിനൊക്കെ കാരണം ഈ പറയുന്ന ആൻഡ്രോജൻസ് ആണ്. അതുപോലെ മെയിലിൽ സ്പേമുകളുടെ, നേരത്തെ പറഞ്ഞു സ്പെർമറ്റോജെനസിസ്, സ്പേമുകളുടെ ബീജങ്ങളുടെ ഫോർമേഷനെയും ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ആൻഡ്രോജൻസിൻ്റെ ഫങ്ഷൻ. ഒന്ന് വായിച്ചോളൂ വേണമെങ്കിൽ അതെന്താന്നുള്ളത്. നെക്സ്റ്റ് ഓവറിയാണ്. ഓവറി ഫീമെയിൽസിൽ കാണുന്നതാണ് അണ്ഡാശയങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. അബ്ഡോമനിലാണ് കാണുക. ഒരു പെയറുണ്ട്, രണ്ട് സൈഡിൽ ഓരോന്ന് അല്ലേ. അപ്പോൾ ഈ ഓവറി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചില ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടാൾക്കാരാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ കുറിച്ച് കൂടി പറയാനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഓവറിയിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ് എന്ത്, ഫോളിക്കിൾസ് പറഞ്ഞു അല്ലേ. ആ ഫോളിക്കിൾസിനകത്താണ് അണ്ഡങ്ങൾ വളർന്നു വരിക എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു മെച്ചുവേർഡായ, വളർച്ച പൂർത്തിയാക്കിയ ഒരു ഫോളിക്കിള് അത് പൊട്ടിയിട്ടാണ് അണ്ഡം അല്ലെങ്കിൽ ഓവം പുറത്തേക്ക് വരുന്നത്. ആ പൊട്ടലിന് ശേഷം ആ ഒരു പൊട്ടിയ ഫോളിക്കിള് പിന്നീട് ഒരു സ്പെഷ്യൽ സ്ട്രക്ചറായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം, ഇതൊക്കെ വീണ്ടും നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഓവുലേഷന് ശേഷം പൊട്ടിയ ഫോളിക്കിൾസ് എന്തായി മാറുന്നു, കോർപ്പസ് ലൂട്ടിയം എന്ന സ്ട്രക്ചറായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ഫങ്ഷനാണ് നമുക്കിവിടെ വേണ്ടത്. അതാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രൊജസ്ട്രോണിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ ഇതിൻ്റെ അളവ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ പ്രഗ്നൻസി ഹോർമോൺ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഹോർമോണിൻ്റെ പേരും ഹോർമോണിൻ്റെ ഫങ്ഷനും കോർപ്പസ് ലൂട്ടിയം എന്നുള്ള പേരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ ഇത് മാമറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്തിട്ട് മിൽക്കിൻ്റെ സെക്രീഷനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. മറ്റൊരു ഹോർമോണാണ് ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഫിമെയിൽസിൻ്റേതായ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നത് ആരാണ്, ഈസ്ട്രോജനാണ്. നമ്മുടെ സെക്കൻഡറി സെക്സ് ഓർഗൻസിൻ്റെ ഒക്കെ ഫോർമേഷൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്,
പിന്നെ നേരത്തെ പറഞ്ഞ ഓവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ്, പിന്നെ ഈ ഫീമെയിൽസ് ആകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഇപ്പോൾ നമുക്കറിയാം ഫാറ്റ് ഡെപ്പോസിഷൻ, സൗണ്ടിലുണ്ടാകുന്ന വ്യത്യാസം, മാമറി ഗ്ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാരാണ്? ഈസ്ട്രജനാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഫംഗ്ഷൻ പഠിക്കണം എന്ന് വെച്ചാൽ ഫംഗ്ഷൻ അങ്ങനെ അങ്ങോട്ട് വാരി വെച്ച് ചോദിക്കൊന്നുമില്ല. എന്നാലും ഈ ഫംഗ്ഷൻ തന്നിട്ട് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഈസ് ഹോർമോൺസ് ഓഫ് ഹാർട്ട്, കിഡ്നി ആൻഡ് GI, ദാറ്റ് ഈസ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റ്. അതിൽ ആദ്യം വരുന്നത് ഹാർട്ടിലെ ഹോർമോണായ ANF ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ANF, ദാറ്റ് ഈസ് അട്രിയാൽ, ഹാർട്ടിൻ്റെ അട്രിയാൽ വാളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന, ഇത് പറഞ്ഞത് ഏത് ചാപ്റ്ററിലാണെന്ന് അറിയാലോ, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ANF അട്രിയാൽ നട്രി യൂററ്റിക് ഫാക്ടർ, എങ്ങനെയാണ് അതിൻ്റെ പേര്? അട്രിയാൽ നട്രി യൂററ്റിക് ഫാക്ടർ. അപ്പോൾ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുക എന്നുള്ളത് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നു, അങ്ങനെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ദെൻ അടുത്തത് കിഡ്നിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. ശ്രദ്ധിക്കുക, 1 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണ്? റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എറിത്രോപോയിസിസ്. എറിത്രോപോയിസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് RBC. കിഡ്നി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഈ ഹോർമോൺസ് ഞാൻ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞ ഭാഗങ്ങൾ, ദാറ്റ് ഈസ് പിന്നെ ഈ ഹൈപ്പറും ഹൈപ്പോ കണ്ടീഷൻസൊക്കെ പറഞ്ഞിരുന്നു. ആ 2 ഡിസീസിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ടെന്ന് പറഞ്ഞു. പിന്നെ ദിസ് ഹോർമോൺസിൻ്റെ പേര്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ടീച്ചർ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ മറക്കാതിരിക്കുക. സുവോളജി വളരെ നമുക്ക് ആ ഒരു സമയം കൊണ്ട് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക? ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാനത് ചെയ്യാം. കാരണം വേറെ കുറച്ച് നമ്മുടെ +1 ഏകജാലകവും ഡിഗ്രി അഡ്മിഷനും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കുകൾ വരുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് യു. ഇനിയും ടീച്ചറെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയമുള്ളവർക്കും ഒക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.